ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Ssc Cgl 2024 എക്സാം ഡേറ്റ് സെപ്റ്റംബർ 9 മുതലാണ്. നമ്മൾ അതിനുവേണ്ടി മാത്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് അതിന്റെ ആദ്യത്തെ ദിവസമാണ്, ഡേ 1 ആണ്. അപ്പോൾ ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് കണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരുടെ കമന്റിന് ഒരു റിപ്ലൈ കൂടി ഞാൻ പറയാം. കുറച്ച് പേര് പറയുന്നു 4 മാസമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, 100 മാർക്ക് അല്ലെങ്കിൽ 120, 130 മാർക്ക് ഉള്ളവരുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൽ ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ച് ഈ പ്രോസസ്സ് ഫോളോ ചെയ്ത് സെറ്റ് ആക്കാൻ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ 4 മാസം ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു മിനിമം ഒരു 7 to 8 മാസം നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു ട്രാക്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 130 മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ, ഒരു മാസം ആ പറഞ്ഞ രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ആവാൻ പറ്റും. നിങ്ങളുടെ ആ സമയത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നതായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അനുസരിച്ചിരിക്കും ഈ 130 മാർക്കൊക്കെ ഉള്ളവർ. അപ്പോൾ അവർ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഇപ്രാവശ്യം സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കി. ഈ 100 മാർക്കുള്ളവരുടെ എനിക്ക് പറയാനുള്ളത്, അവരുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ആ പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. ആ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ 1.5 മണിക്കൂറിന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. പക്ഷെ അത് ഒരു 5-6 മാസം 7-8 മാസം നടക്കുന്ന പ്രോസസ്സാണ്. നിങ്ങളത് 2 മാസം കൊണ്ട് എങ്ങനെ തുടങ്ങും, 4 മാസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അടുത്ത സീജലിന് മുമ്പെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ നഷ്ടമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. അത്രേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. അത് അനിവാര്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തത്. അതിനകത്ത് സുഖമുള്ള കാര്യങ്ങളല്ല പറയുന്നത്, എനിക്കറിയാം. ഒരിക്കലും കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളെ ഇതാക്കുമല്ല, അത് ഫോളോ ചെയ്താൽ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു വീഡിയോ ഇടുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക, എന്താണ് അതിൽ പറയുന്നത് എന്ന് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ ലിങ്ക് ഒക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മളുടെ ഇതിൽ തന്നെ ഇട്ടേക്കാം, പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് CGL 2024 ഇനിയുള്ള ദിവസം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്സിന് എന്നെ കൊണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മിക്സഡ് പ്രാക്ടീസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. മിക്സഡ് പ്രാക്ടീസ് ചെയ്യാം, ഒരു റിവിഷൻ പോലെ, റിവിഷൻ പർപ്പസ്. ഓക്കെ, റിവിഷൻ പർപ്പസിൽ നമുക്ക് ചെയ്യാം. മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതണം, എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആ ഒരു പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതണം, നമ്മുടെ കേരള റാങ്ക് 1 ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ എങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതണം, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ലാസ്റ്റ് 30 ഡേയ്സ് എന്ത് ചെയ്യണം, റിവിഷൻ, മാത്സിന്റെ റിവിഷൻ എങ്ങനെ ചെയ്യണം. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്ലേലിസ്റ്റിലുണ്ട്. അത് വൃത്തിയായിട്ട് പോയി കാണുക. അത് കണ്ടിട്ടില്ലാത്തവരെല്ലാം അത് കാണുക. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ കോച്ചിങ്ങിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. CGL ക്രാഷ് കോഴ്സിന്റെ ഡേ 1 ആണ്. അപ്പൊ ഇതൊരു ഡേ 30 ഡേയ്സിൽ ഒരു 300ഓളം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണമെന്നാണ്. അപ്പൊ എത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ക്ലാസ്സസ് ഞാൻ തന്നിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എത്ര ഡേയ്സ് എന്നൊന്നും പറയാത്തത്. ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. യെസ്, ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് എല്ലാവർക്കുമായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലാസ്സുകളുള്ള കാര്യം എല്ലാവരും അറിയിക്കുക. അപ്പൊ വേണ്ടുന്നവർ പഠിച്ചോളും, പക്ഷേ അവർക്ക് നിങ്ങളൊന്ന് അറിയിക്കുക ഇങ്ങനെ ക്ലാസ്സുകളുണ്ട് എന്നുള്ള കാര്യം. SSC പഠിക്കുന്നവർക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങാം. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇത് മെയിനായിട്ടും നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ വന്ന ബെസ്റ്റ് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പിനാക്കിൾ സൊല്യൂഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം പഠിച്ചവർക്ക് ഞാൻ പറഞ്ഞു, 1-2 മാസം മുമ്പ് തുടങ്ങിയവർക്കല്ല. അപ്പൊ അവരും എന്ത് ചെയ്യണം, ഇതൊക്കെ പഠിക്കണം. നല്ല ക്വസ്റ്റ്യൻസ്, ബെസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ 300 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ഒരു 1000 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഉള്ള ബെസ്റ്റ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ വാല്യൂ വേണം. ഇങ്ങനെ ഒരു വലിയ എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്. അർജുന ബാച്ചിൽ ട്രിഗണോമെട്രി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണും. പ്രാക്ടീസ് പർപ്പസിൽ ബെസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, sin 23 cos 67. അപ്പോൾ a+b 90 ആയാൽ sin a × cos b 1 ആണ്. ഇവിടെ a+b 90 ആണ്, sin a × cos b. ഇത് നമുക്ക് എന്ത് കൊടുക്കാം, എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ്. ഇനി അത് നമുക്ക് 1 എന്ന് എഴുതി 1+. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ sec 52 എന്ന് പറഞ്ഞാൽ എന്താ, sec എന്ന് പറഞ്ഞാൽ cosec 38 ആണ്. sec 52 എന്ന് പറഞ്ഞാൽ എന്താണ്, cosec 38. അല്ലെങ്കിൽ sec a × sec b = 1 if a+b 90. sec 52 എന്ന് പറഞ്ഞാൽ cosec 38 ആണ്, 90 - θ ആണ്. ഓക്കെ, cosec 90 - θ ആണ് sec θ. അല്ലെങ്കിൽ sec 52 എന്ന് പറഞ്ഞാൽ cosec 90 - 52 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, sec 52 എന്ന് പറഞ്ഞാൽ cosec 38 ആണ്. അപ്പൊ cosec 38 × sin 38 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും,
ഇവിടെ നമുക്ക് 1 വരും, 1 വരും. ഇനി ഇവിടെ cos 23 sin 67, ഇതും എന്താണ് cos 23 sin 67. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, a പ്ലസ് ബി 90 ആണെങ്കിൽ sin a cos b എന്താണ് 1 ആണ്. ഇവിടെ a പ്ലസ് ബി 90. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. a പ്ലസ് ബി 90 ആണ്. ഓക്കെ 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 സോറി ഇവിടെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യെസ്, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഓക്കെ ഒരു മിനിറ്റ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ സൈൻ എ ഈക്വൽ ടു കോസ് ബി ആണ്. എപ്പോ എ പ്ലസ് ബി 90 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ ഈക്വൽ ടു കോസ് ബി ആണ്. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ സൈൻ 27 കോസ് 67. ഈ കോസ് 67 നമുക്ക് എന്ത് പറയാം, കോസ് 67 സൈൻ 23 എന്ന് പറയാം. എ പ്ലസ് ബി 90 ആയ സൈനും കോസ് ബി ഈക്വൽ ആണ്, അല്ലാതെ 1 എന്നല്ല. ഓക്കെ, സൈൻ 23 ഇവിടെ എന്ത് വരും, സൈൻ സ്ക്വയർ 23. ഇവിടെ എന്ത് വരും, ഇവിടെ നോക്ക് കോസ് 23 സൈൻ 67 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 67 എന്ന് പറഞ്ഞാൽ കോസ് 23 ആണ്. എ പ്ലസ് ബി 90 ആവണം. സൈൻ 67 എന്ന് പറഞ്ഞാൽ കോസ് 23 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 23 ആണ്. ഇവിടെ സൈൻ സ്ക്വയർ 23, ഇവിടെ കോസ് സ്ക്വയർ 23. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അതായത് ഇതും ഇതോട് കൂട്ടുമ്പോൾ എന്ത് വരും, നമുക്ക് 1 വരും. ഓക്കെ, ഫസ്റ്റ് ഇനിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. സീക് 52 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക് 38 ആണ്. സീക് തീറ്റ ഈക്വൽ ടു കൊസീക്, സീക് എ ഈക്വൽ ടു കൊസീക് ബി ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 90. അപ്പൊ സീക് 52 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക് 38 ആണ്. അപ്പൊ കൊസീക് 38 സൈൻ 38. കൊസീക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ 1/sin 38 into 38 sin 38, നമുക്ക് അവിടെ 1 എന്ന് വരും. പ്ലസ് ഇത് കൊസീക് 52 കോസ് 38. കൊസീക് 52 എന്ന് പറഞ്ഞാൽ എന്താ, കൊസീക്കും സീക്കും ആണ് കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്ന് കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പഠിച്ച ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത് ക്ലാസ്സുകൾ കണ്ട് ആദ്യമുള്ള ക്ലാസ്സുകൾ കാണുക, അർജുന ബാച്ചിലെ ട്രിഗ്നോമെട്രി ഒക്കെ കണ്ട് സെറ്റ് ആക്കുക. കൊസീക് 52 എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്ക് 38 ആണ്. എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ കൊസീക് തീറ്റയും സീക് തീറ്റ ഈക്വൽ ആണ്. ഇതെന്ന് പറഞ്ഞാൽ സീക് 38 ആണ്. സീക് 38 into കോസ് 38 അവിടെ എന്ത് വരും, 1 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ 20 മൈനസ് ടാൻ സ്ക്വയർ 70. അപ്പൊ കൊസീക് സ്ക്വയർ 20 എന്ന് പറഞ്ഞാൽ എന്താ, കോട്ട് സ്ക്വയർ. കൊസീക്കും സീക്കും ആണ്. സീക് സ്ക്വയർ 70, കൊസീക്കും സീക്കും ആണ്. ഓക്കെ, സീക് സ്ക്വയർ 70 ആണ്. സീക് സ്ക്വയർ 70 എന്ന് പറയുന്നതും കൊസീക് സ്ക്വയർ 20 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സീക് സ്ക്വയർ 70 മൈനസ് ടാൻ സ്ക്വയർ 70. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ 3/1 നമുക്ക് എന്തെന്ന് കിട്ടും, ആൻസർ ഓപ്ഷൻ 3, ഓപ്ഷൻ എ 3 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഇത് നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ട്രിഗ്നോമെട്രി കുറെ പേർക്ക് പ്രയാസമാണെന്ന് പറയുന്നത്, അത് വീണ്ടും പഠിച്ച് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ഈസി ആക്കാൻ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ സൈൻ ഈക്വൽ ടു കോസ് ബി ആണ്. അതേപോലെ വേറെ പ്രോപ്പർട്ടി വേണമെങ്കിൽ പഠിക്കാം. എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കേണ്ട, ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാണാതെ ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഇതായിരിക്കും. അടുത്ത ക്വസ്റ്റൻ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ ആദ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നോക്കൂ, ഈ മോട്ടോർ ബോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത്, വീഡിയോ നിങ്ങൾ ഒറ്റ ഇതിൽ തന്നെ കാണണമെന്നില്ല, വീഡിയോ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എന്റെ സൊല്യൂഷൻ നോക്കാം. അതായിരിക്കും നിങ്ങളുടെ ഈ എക്സാമിന്റെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എ മോട്ടോർ ബോട്ട് ഹൂസ് സ്പീഡ് ഈസ് 20 km/h in still water takes 30 minutes more to go 24 km upstream than to cover the same distance downstream. പണ്ടൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻ വരത്തോളായിരുന്നു, ഇത്രയും വരെ വെച്ചിട്ട് നിർത്തുമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 20 km/h ആണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്, 30 minutes more to go 24 km upstream than to cover same distance downstream. അതായത് 24 km ആണ് നമ്മുടെ അപ്സ്ട്രീമിലെ സ്പീഡ്. അപ്സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബോട്ടിന്റെ സ്പീഡ് എത്ര 20, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, ബോട്ട് ആൻഡ് സ്ട്രീം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ 20 - x, അതായത് ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡാണ് അപ്സ്ട്രീമിന്റെ സ്പീഡ്. ഇതേ മൈനസ് 24 ഡിവൈഡഡ് ബൈ 20 + x, ഇതാണ് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ്. ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന്. ഇതിന്റെ വാല്യൂ ആണ്, ഈ ഡിഫറൻസ് ആണ് നമുക്കുള്ളത്. ഇതാണ് ടൈം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. അപ്പൊ രണ്ട് ടൈമിന്റെ ഡിഫറൻസ് ആണ് നമുക്കുള്ളത് 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇക്വേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ചുമ്മാ ഇതിനകത്ത് എക്സും എക്സ് സ്ക്വയറും ഒന്നും കണ്ടുപിടിക്കണ്ട. കുറെ പേര് നിങ്ങൾ അങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്, 24 കോമൺ എടുത്ത് എന്തൊക്കെ പരിപാടികൾ അവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ 1 കൊടുത്താൽ 19 വരും 27 വട്ടത്തിൽ, 2 കൊടുത്താൽ 18 വരും 27 വട്ടത്തിൽ, 3 4 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 4 ഒന്ന് കൊടുത്തു നോക്ക്. കാര്യം 4 എന്തുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഇവിടെ 27. അപ്പൊ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഇവിടെ 1 ആവും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, ഇവിടെ 1 ആവും. അല്ലെങ്കിൽ നമുക്ക് പുറകിലോട്ടുള്ള വാല്യൂസ് നോക്കാം. കാര്യം ഒരിക്കലും അതൊന്നും ഒരുപാടൊന്നും കൂടി പോകത്തില്ല. 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ 16 വരും. 20 - 4 16 വരും. 24/16 എന്ന് പറയുന്നത് 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/2. ഡെയിലി മാത്സിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പൊ 4 മാസം കൊണ്ട് പഠിക്കുന്നവരാണെന്ന് പറഞ്ഞാലും അവർ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് വലിയ പാടായിരിക്കും.
അതിന്റെ കാര്യങ്ങളും നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് കാണും. 24/16 8 കൊണ്ട് കിട്ടുമ്പോൾ 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 - 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 1/2 സാറ്റിസ്ഫൈ ചെയ്തു. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. എക്സാമിന് പോയി ജയിക്കുന്ന മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അത് തരാനാണ് ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇത് സോൾവ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ എല്ലാ ചാനലും ചെയ്യുന്നത്. എക്സ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും 4 എന്നിട്ട്. അപ്പൊ 4 ആണ് എക്സിന്റെ വാല്യൂ, അതായത് ആ ഒരു സ്ട്രീമിന്റെ സ്പീഡ് 4 ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഇൻക്രീസ് ബൈ 2, അതായത് 20 എന്ന് പറഞ്ഞാൽ 22 ആയി. ദെൻ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു ഗോ 39 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 30 കിലോമീറ്റർ അപ് സ്ട്രീം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, 39 കിലോമീറ്റർ എവിടെയാണ്, ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ് സ്ട്രീമിൽ, ഡൗൺ സ്ട്രീമിൽ എന്താ സ്പീഡ്, 22. ഇത് 22 ആയി. 22 ഇവിടുത്തെ 4ആണ് ഡൗൺ സ്ട്രീം നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ്. 22 - 4 26 ഇവിടെ വരും, പ്ലസ് ബാക്കി എന്താ ടോട്ടൽ ടൈം വെച്ചിരിക്കുന്നത് 30 കിലോമീറ്റർ അപ് സ്ട്രീം. 30 അപ് സ്ട്രീം വരുമ്പോൾ 22 ആണ് ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. 22 - 4 18. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ എത്ര വരും ഇത് 39/26 എന്ന് പറയുമ്പോൾ 3/2, അതായത് 3/2 1.5. ഇവിടെ 30/18 എന്ന് പറയുമ്പോൾ ഇത് 3/2. ഇതെന്ന് പറഞ്ഞാൽ എത്ര വരും, 6 വെച്ച് കിട്ടുമ്പോൾ 5/3. ഓക്കെ, എത്ര വരും, 9. 19/6. 19/6 എന്ന് പറയുമ്പോൾ 3 മണിക്കൂറും 1/6. 1/6 മണിക്കൂറാണ്. 1/6 മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി, മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. 1/6 × 60 10 മിനിറ്റ്. 3 മണിക്കൂറും 10 മിനിറ്റും എവിടെ ഉണ്ട്, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. പണ്ടൊക്കെ ഇത്രയും വരെ വരത്തുള്ളായിരുന്നു. ഇപ്പൊ കുറച്ച് എന്ത് ചെയ്തു, കുറച്ചുകൂടെ അഡീഷൻസ് അവർ ചെയ്യുന്നുണ്ട്. അഡീഷൻസ് ചെയ്താലും നമ്മളുടെ കൺസെപ്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് എന്ന്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടുപോകേണ്ടത്. യെസ്, അടുത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് വായിച്ചു നോക്കും. ഇനി 2 മെത്തേഡ് ഉണ്ട്. യെസ്, x + 6y വാല്യൂ വന്നിട്ടുണ്ട്, xy വാല്യൂ വന്നിട്ടുണ്ട്. x > 0 ആണ്, വാല്യൂ ഓഫ് ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യണം, xy പ്രോഡക്റ്റ് 2 ആണ്, x + 6y 8 ആണ്. ആദ്യമേ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ പുട്ട് ചെയ്യുന്ന മെത്തേഡ്. എക്സിന് ഞാൻ 2 × 1 കൊടുക്കാം. 2 × 1 2 ആണ്, അല്ലെങ്കിൽ 1 × 2. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 13 ആയിപ്പോ. എക്സിന് 2 കൊടുക്കാം, വൈക്ക് 1 കൊടുക്കാം. 2 + 6 8 വന്നു. ഇവിടെ 1 × 2 2 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 1 ആണ്. എക്സിന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 2 × 8, വൈയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇത് 216. 216 കിട്ടും, 224. ഓപ്ഷൻ ബി. നമുക്ക് പെൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത കേസിലാണെങ്കിലോ എന്ത് ചെയ്യും, മെത്തേഡ് 2. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ഈ മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ x³ + 216 y³ വേണ്ടത്. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, a³ + b³ എന്ന് പറഞ്ഞാൽ a + b × a + b × a + b × a + b എന്ന് പറഞ്ഞാൽ x + 6y. അത് ഞാൻ എഴുതുന്നില്ല. a + b × a + b the whole square, a + b the whole square, x + 6y the whole square. അതായത് 64 - 3xy ആണ്. -3xy ആണ്. -3 × നമ്മുടെ അർജുന ബാച്ചിൽ ഓൾജിബ്രയുടെ ക്ലാസ് കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഫോമുല എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വർത്ത് ആണ്. ഈ ഒരു 30 ദിവസം കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർജുന ബാച്ചിന്റെ പ്ലേലിസ്റ്റ് ആണ്. അർജുന ബാച്ചിന്റെ പ്ലേലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ 30 ദിവസത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് എവിടെ പോയി നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് യൂട്യൂബിലെ കണ്ടന്റ് അല്ലെങ്കിൽ പെയ്ഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലാസ്സുകൾ, CGL വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ അർജുന ബാച്ചിലെ ക്ലാസ്സുകളാണ്. അതെല്ലാം അർജുന ബാച്ചിലെ. ഓക്കെ, നോക്കട്ടെ ജോമെട്രി കൂടെ അതിനകത്ത് പറ്റുമെന്ന് നോക്കട്ടെ. അർജുന ബാച്ചിലെ ക്ലാസ്സുകളാണ്. അപ്പോൾ a + b × a + b the whole square -3ab. അതാണ് നമ്മുടെ a³ + b³ ഫോമുല. അപ്പൊ -3ab. 3ab എന്ന് പറയുമ്പോൾ 3 × ab എന്ന് പറയുമ്പോൾ x × 6y. അപ്പൊ 3 × 6y × x 6xy, അതായത് 18xy. xy വാല്യൂ 2 ആയതുകൊണ്ട് 18 × 2 36 കൊടുക്കാം. ഇതായിരിക്കും നമ്മുടെ ആൻസർ. 36. ഇതിന്റെ വാല്യൂ എത്ര കിട്ടും, 28. 28 × 8 എന്ന് പറയുമ്പോൾ 160 64 224. 224 നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ മെത്തേഡ്. ഈ മെത്തേഡ് നമുക്ക് എവിടെ ഉപയോഗിക്കാം, നമുക്ക് ഈ ഒരു വാല്യൂ പുട്ടിങ് പറ്റാത്ത സ്ഥലത്ത് ഉപയോഗിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് മതി, വാല്യൂ പുട്ടിങ് മതി. 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ആയിട്ട് പോകും. അടുത്ത് 4 sin² θയുടെ വാല്യൂ 3 × 1 + cos θ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2 tan θ? ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് കറക്റ്റ് തീറ്റ 60 30 45 ഒന്നും നിൽക്കുന്ന പരിപാടിയല്ല. ചുമ്മാ നമ്മൾ നേരത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമായിരുന്നു. 0 × 90 അല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വേറെ വഴിയില്ല. ഇവിടെ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ നിന്ന് അവിടെ നിൽക്കത്തേ ഉള്ളൂ. 60 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ, ഇത് ഇങ്ങനെ വരത്തില്ല, റൂട്ട് 15 അങ്ങനെ വരത്തില്ല. ചുമ്മാ വാല്യൂ ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഇപ്പൊ 4 sin² θയുടെ വാല്യൂ ഇതാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഏതെങ്കിലും ഒന്നിലോട്ട് എത്തിക്കണം. ഇപ്പൊ sin² θ നമുക്ക് 1 - cos² നോക്കാം. 4 × 1 - cos² c² എന്ന് എഴുതുന്നുള്ളൂ. = 3 + 3 cos എന്ന് കിട്ടി. ഇവിടെ നിന്ന് എന്ത് കിട്ടി, 4 - cos². അവിടെ അപ്പുറത്തു എന്ത് ചെയ്യാം, 4 × 1 - cos² = 3 × 1 + cos. 1 - cos² എന്ന് പറഞ്ഞാൽ ഇവിടെ 3 × 1 + cos എന്ന് എഴുതാം. 1 - cos² എന്ന് പറഞ്ഞാൽ 1 + cos × 1 - cos ആണ്. a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b ആണ്. a + b കട്ട് ചെയ്ത് പോയി ഇവിടെ 1 - c വരും.
1 മൈനസ് സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. സിയുടെ വാല്യൂ 1 മൈനസ് 3/4 എന്ന് കിട്ടും. സി എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് കിട്ടും. സിയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂ 1/4 ആണ്. കോസ് തീറ്റ 1/4 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈൻ തീറ്റ വേണം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് ഹൈപ്പോട്ടൻയൂസ് 4 എന്നാണ്. പെർപെൻഡിക്കുലർ എന്ത് വരും? റൂട്ട് ഓഫ് ഹൈപ്പോട്ടൻയൂസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 16 മൈനസ് 1 റൂട്ട് 15 എന്ന് കിട്ടും സൈൻ്റെ വാല്യൂ. ഇനി നമുക്ക് ടാന്റെ വാല്യൂ എന്ത് കിട്ടും? ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ. ഓക്കെ, 2 ഇൻറ്റു ടാൻ തീറ്റ ആണ്. 2 ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? സൈൻ ബൈ കോസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ √15/4 ഡിവൈഡഡ് ബൈ 1/4. അതായത് 4 4 വിട്ട് പോയി ടാൻ തീറ്റയുടെ വാല്യൂ √15 കിട്ടും. ഇനി നമുക്ക് നോക്കാം വാല്യൂ ഓഫ് 2 ടാൻ തീറ്റ. 2 ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ 2√15. ഓക്കെ, 2√15. ഇനി 4 സൈൻ തീറ്റ, അതായത് 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ഇത് സൈൻ തീറ്റ ആണ്. 4 സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? √15 കിട്ടും. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വേറെ ഒന്നും 4 കൊണ്ട് മൾട്ടിപ്ലൈ √15 കിട്ടും. മൈനസ് സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ തിരി, അതായത് 4 എന്ന് കിട്ടും. അതായത് 3√15 മൈനസ് 4. 3√15 മൈനസ് 4 ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അടിപൊളി ക്വസ്റ്റ്യൻ. ട്രിഗ്നോമെട്രി എന്നൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത് ദ ലെങ്ത് ഓഫ് ദ 3 sides ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ x + x - 1 x + 1 x + 3 ഹൈപ്പോട്ടൻയൂസ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാധാരണ കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്? ചാടിക്കയറി ഒരു ട്രയാംഗിൾ അങ്ങ് വരയ്ക്കും. ട്രയാംഗിൾ വരയ്ക്കണം. ഓക്കെ, x - 1 x + 1 x + 3 എന്നിട്ട് എന്ത് ചെയ്യും? x - 1 ദ ഹോൾ സ്ക്വയർ ഹൈപ്പോട്ടൻയൂസ് മറ്റേ π/0 അങ്ങ് എഴുതും. x + 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു x + 3 ദ ഹോൾ സ്ക്വയർ ഒക്കെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, പ്രോസസ് ഫോളോ ചെയ്തിട്ടില്ല, മാത്സ് സെറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ ഇന്ന് ജസ്റ്റ് ആലോചിക്കുക, ഓപ്ഷനകത്ത് എടുക്കുന്നത് എന്താ? ഹൈപ്പോട്ടൻയൂസ്. അപ്പോൾ ഓപ്ഷനകത്ത് 6 ആണ് നമ്മുടെ ഹൈപ്പോട്ടൻയൂസ് എങ്കിൽ ഒരു മിനിറ്റ് ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. നോക്കെ, ലെങ്ത് ഓഫ് ദ 3 sides ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. x - 1 ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ നോക്കുക. 6 ആണ് നമ്മുടെ ഹൈപ്പോട്ടൻയൂസ് എങ്കിൽ എക്സിന്റെ വാല്യൂ 3 വരും. അപ്പോൾ 3 വന്നു കഴിഞ്ഞാൽ 6 2 4 ഒരിക്കലും ഒരു ട്രിപ്ലറ്റ് അല്ല. ഇനി 10 വന്നു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 7 വരും. എക്സിന്റെ വാല്യൂ 7 വന്നു കഴിഞ്ഞാൽ ഇത് 8 ഇത് 6 6 8 10 എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രിപ്ലറ്റ് ആണ്. 3 4 5 ഇരട്ടിയാണ്. ട്രിപ്ലറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി നമുക്ക് ചുമ്മാ കൊടുക്കാം. ഇങ്ങനെ എഴുതി ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ വഴി എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സെർട്ടൻ സം ഡെപ്പോസിറ്റ് ഫോർ 4 years at the rate of 10% per annum compound interest. ഇന്ന് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഷിഫ്റ്റിൽ വന്നിട്ടുള്ള എക്സാംസ് സീരിയൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആനുവൽ 10% വെച്ച്. The difference between the interest at the rate of 2 years and at the rate of 4 years is 3. Find the sum. ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ 10% ആണെങ്കിൽ നമുക്ക് എമൗണ്ട് എങ്ങനെ ആവുന്നത്? ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 10% ആണെങ്കിൽ സെക്കൻഡ് ഇയർ തുടക്കത്തിൽ എന്താവും? അത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. 10% ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 10% ഇൻട്രസ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം എമൗണ്ട് എന്താവും? 10% ആണെങ്കിൽ രണ്ടാമത്തെ വർഷം എമൗണ്ട് ഫസ്റ്റ് വർഷം ലാസ്റ്റ് 21%. 3 വർഷം ആകുമ്പോൾ 33.1%. ഫസ്റ്റ് വർഷം 10% ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇയർ 2 വർഷം ആകുമ്പോൾ 10% ഇൻട്രസ്റ്റിൽ ടോട്ടൽ 10% ഇൻട്രസ്റ്റിൽ ഇത് ഫസ്റ്റ് ഇയറിലെ, ഇത് സെക്കൻഡ് ഇയറിലെ, ഇത് തേർഡ് ഇയറിലെ. ഇതെന്താണ്? ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. 3 വർഷം കൊണ്ടുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് 33.1% ആവും. ഇനി 4 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആവും? 4 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് 46.41% ആവും. ഇതെപ്പോഴാണ് 10% വെച്ച് നമുക്ക് ഓരോ വർഷവും, ഒന്നാമത്തെ വർഷം ഇത്രയും, 2 വർഷം ആകുമ്പോൾ ഇത്രയും, 3 വർഷം ആകുമ്പോൾ ഇത്രയും, 4 വർഷം ആകുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 46.41. ഇനി ഒരു പ്രോപ്പർട്ടികളുണ്ട് 10%. നിങ്ങളെ പഠിപ്പിച്ചവർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യമാണ്. 10% നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ്? 10% ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയറിൽ മാത്രം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10% കൂടി 11% ആയിരിക്കും. അതിന്റെ മാത്രം. ഇനി തേർഡ് ഇയറിലെ മാത്രം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ അതായത് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിന്റെ കൂടെ, അതാണല്ലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. തേർഡ് ഇയറിൽ ഇതിന്റെ കൂടെ ഇതിന്റെ 10% കൂടി, അതായത് 1.1 കൂടി 12.1% സമ്മാനിക്കും മൂന്നാമത്തെ വർഷത്തെ മാത്രം ഇൻട്രസ്റ്റ്. ഈ നാലാമത്തെ വർഷത്തെ മാത്രം ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇതിന്റെ കൂടെ ഇതിന്റെ 10% കൂടി 1.21 കൂടി 13.31% ആയിരിക്കും. ഇത്രയായിരിക്കും നാലാമത്തെ വർഷത്തെ മാത്രം ഇൻട്രസ്റ്റ്.
ഇവിടെ തന്നിട്ടുള്ള എന്താ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years ആൻഡ് 4 years ഈസ് ഇത്രയാണ്. അപ്പൊ ഈ ഡിഫറൻസ് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തിന് അവസാനം രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years, രണ്ടാമത്തെ വർഷത്തത് 11, നാലാമത്തെ വർഷത്തെ അവസാനം 13.31. ഓക്കെ, അപ്പോ രണ്ടാമത്തെ വർഷത്തിൽ ഓക്കെ നമുക്ക് എന്താ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years. എൻഡ് ഓഫ് 2 years എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, 2 year ഉം 4 year. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years ആൻഡ് ദാറ്റ് എൻഡ് ഓഫ് 4 years. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താ? എൻഡാണ്. അപ്പൊ ഇതല്ല. ഈ കാര്യം നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇതല്ല, ഇതിന്റെ ഡിഫറൻസ് അല്ല തന്നിട്ടുള്ളത്. രണ്ടാമത്തെ വർഷത്തെയും നാലാമത്തെ വർഷത്തെയും മാത്രമല്ല, എൻഡ് ഓഫ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷം കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ്. 2 വർഷം കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നത്? 21%. 4 വർഷം കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4 വർഷം കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് 46.41. ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. ഇത് വേറെ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിന്റെയും നാലാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിന്റെയും മാത്രം ഡിഫറൻസ് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. 13.3 11 ഡിഫറൻസ് എടുക്കണം. ഇവിടെ അതല്ല വെച്ചിട്ടുള്ള എൻഡ് ഓഫ് 2 year എൻഡ് ഓഫ് 4 year ആണ്. അപ്പൊ ഈ ഡിഫറൻസ് എത്ര കിട്ടും നമുക്ക്? 46.41 മൈനസ് 21 25.41%. 25.41% വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. 50-82 കാണുമ്പോൾ തന്നെ ഇതിന്റെ ഇരട്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഫൈനൽ സം നോക്കിയാൽ 100%. 100%. നമ്മുടെ ആൻസറിനകത്ത് 2 കഴിഞ്ഞിട്ട് കുറെ പൂജ്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ. 2 ആയിരിക്കും നോൺ സീറോ ഡിജിറ്റ്, ബാക്കി എല്ലാം പൂജ്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത്. കറക്റ്റ് ആയിട്ട് ഇത് തന്നെ വരും. ചിലപ്പം 2 വർഷത്തിന് വരും, 3 വർഷം 1 വർഷത്തെ തരും. അത് ഈ ഒരു രീതി തന്നെ സെറ്റ് ആക്കുക. ആ വർഷത്തെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യും. അടുത്ത ക്വസ്റ്റൻ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇത് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 3 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 9. 9 കൊണ്ട് ഡിവിസിബിൾ അല്ല, എന്നാൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ഓപ്ഷൻ വഴി ചെയ്യാം. ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കുക. ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് 23. ഇതാണ് ഇത് രണ്ടുമാണ്. ഇതാണ് ഏറ്റവും വലുത്. ഇത് 3 മൾട്ടിപ്പിൾ ആണെന്ന് നോക്ക്. 5 9 നോക്കണം. 5 14 20 28 28 36. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ വേണ്ട. അടുത്ത വലുത് ഇതാണ് 5 14 20 28 5 33. 33 എന്ന് പറയുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ അല്ല, എന്നാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാം. ബേസിക് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബാക്കിയുള്ള എ ബി ആണ്. ഇപ്പൊ 5 11 8 19. 19 പ്ലസ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 19 പ്ലസ് എ ബി എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. എക്കും ബിക്കും മാക്സിമം എത്ര വാല്യൂ വെച്ച് വരാം? ഡിജിറ്റുകളാണ്. 18 മാക്സിമം വരാം. 18 വന്നു കഴിഞ്ഞാൽ ഇത് 37 ആവും. 17 വന്നു കഴിഞ്ഞാൽ ഇത് 36 ആവും, 9ന്റെ മൾട്ടിപ്പിൾ ആവും. പിന്നെ എത്ര? 33 ആവാൻ വേണ്ടി എത്ര വരേണ്ടത്? 33 ആവാൻ വേണ്ടി വരുന്നത് പിന്നെ 33 അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ. 33 ആവാൻ വേണ്ടി വരുന്നത് 33 ആവാൻ വേണ്ടി എത്ര വരും? 19 14 വരും അല്ലേ? 19 14 വരും. 14 വന്നു. അപ്പൊ 14 കൂടിയും വേണം. 14 കൂടി കഴിഞ്ഞാൽ 33 ആവും, 3ന്റെ മൾട്ടിപ്പിൾ ആവും. ഇത് വലിയ നമ്പറും ആവണം. അപ്പൊ 14 ആവണമെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കണം? മാക്സിമം ആവണം. എ പ്ലസ് ബി ആണ് 14. എ മാക്സിമം ആവുന്ന പറഞ്ഞാൽ എയുടെ വാല്യൂ 9ഉം ബിയുടെ വാല്യൂ 5ഉം ആണ്. അപ്പൊ എയുടെ വാല്യൂ 9 കൊടുക്കുക. 2 3 9. ബിയുടെ വാല്യൂ 5 കൊടുക്കുക. ലാസ്റ്റ് 5 വരും. ഇവിടെ 9 വരും, ഇവിടെ 5 വരും. ഓപ്ഷൻ ബി. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മുടെ എക്സാം മെത്തേഡ് എന്താണ്? ഓപ്ഷൻ വഴി ജസ്റ്റ് ചെക്ക് ചെയ്ത് ആൻസർ എടുക്കും. നെക്സ്റ്റ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഉണ്ട്. എക്സ് പ്ലസ് വൈ പ്ലസ് 3യുടെ വാല്യൂ 0 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 9xy പ്ലസ് 9. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. ചോദിച്ചിരിക്കുന്ന ഒറ്റ ആൻസർ ആണ് ചോദിച്ചത്. 2 വേരിയബിൾ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉള്ളൂ. ഒരു ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ഓപ്ഷനകത്ത് വൈയും ഇല്ല, എക്സും ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു വാല്യൂന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ y = 0 കൊടുക്കുന്നു. കാര്യം എന്തുകൊണ്ടാണ്? 2 വേരിയബിളും ഒരു ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ ഒരു വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താലും ഒരു പ്രശ്നമില്ല. y ക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും? -3 വരും. എക്സ് -3 വരും. അതെടുത്ത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. -3യുടെ ക്യൂബ് -27, y 0 ആണ്, ഇത് 0 ആണ്, +9. -27 + 9 നമുക്ക് എന്ത് കിട്ടും? -18. ഓപ്ഷൻ എ ആണ് ആൻസർ കൊടുക്കും. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അല്ലാതെ ബേസിക് ആയിട്ട് ഇതാണ് നമ്മുടെ എക്സാം മെത്തേഡ്. ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബേസിക് മെത്തേഡ് ആയിരിക്കും ബാക്കിയുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് x + y യുടെ വാല്യൂ എന്ത് കിട്ടും? -3 കിട്ടും. ഇതിന്റെ ഹോൾ ക്യൂബ് എടുക്കുക. ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? x + y ഹോൾ ക്യൂബ്. x y ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ x ക്യൂബ് + y ക്യൂബ് + 3xy × x + y എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x + y യുടെ വാല്യൂ വന്നിട്ടുണ്ടോ? x + y യുടെ വാല്യൂ -3, അതായത് -27 = x ക്യൂബ് + y ക്യൂബ്. ഓക്കെ, x ക്യൂബ് + y ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? -3 -27 എന്ന് പറഞ്ഞാൽ x ക്യൂബ് + y ക്യൂബ് -9xy. അപ്പൊ x ക്യൂബ് + y ക്യൂബ് -9xy. അതല്ലേ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -27 കിട്ടും. അപ്പൊ ഇതിന്റെ വാല്യൂ -27 ആണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? +9 ആഡ് ചെയ്യണം.
പ്ലസ് 9 ആഡ് ചെയ്യുമ്പോൾ -18 എന്ന് കിട്ടും. ഫസ്റ്റ് മെത്തേഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് അൺഫിനിഷ്ഡ് ടവർ. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ, അരിത്മെറ്റിക്, അഡ്വാൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ അൺഫിനിഷ്ഡ് ടവർ അറ്റ് എ പോയിന്റ് ഓഫ് ഡിസ്റ്റൻസ് 75 മീറ്റർ ഫ്രം ദ ബേസ് ഈസ് 30 ഡിഗ്രി. Base is 30 degree. How much higher must the tower be raised so that the angle of elevation of the top of the finished tower at the same point will be 60 degree. അതായത് ആദ്യം എത്ര ആയിരുന്നു? ആദ്യം ഇത് 30 ഡിഗ്രി ആയിരുന്നു. ആദ്യം ഇത് 30 ഡിഗ്രി ആയിരുന്നു. ടോപ്പ് ഓഫ് അൺഫിനിഷ്ഡ് ടവർ പോയിന്റ് ഡിസ്റ്റൻസ് 75 മീറ്റർ ആണ് ദൂരം. How much higher must be the tower to be based so that the angle of elevation എത്ര വരും? ഇത് എത്ര ആവും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര ആവും? ഇത് ടോട്ടൽ 60 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെ ആവണമെങ്കിൽ എത്ര ഹൈറ്റ് കൂട്ടണം? ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. എത്ര ഹൈറ്റ് കൂട്ടണം സെയിം പോയിന്റിൽ നിന്ന്? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 90 ഡിഗ്രി ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് 60 ഡിഗ്രി, 90 60 30 ആണ്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് 75 ആണെങ്കിൽ ഓക്കെ, ഇത് ടോട്ടൽ 60 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്, 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്, 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? ഇത് 30 ആണ്, ഇത് 60 ആണ്, ഇത് 60 ആണ്. ഓക്കെ, 2 ഇത് 60 വരും. അപ്പൊ ടോട്ടൽ √3. ഇത് ടോട്ടൽ √3 ആണ്. ഇത് മൊത്തം 60 അല്ലേ? √3 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 30 ആണ്. വലിയ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇത് 30 ആണ്. 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 1ന്റെ വാല്യൂ ആണ് 75. ഇവിടെ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്. രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഈ രണ്ടാമത്തെ ഇതിനകത്ത് നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കണേ. ചെറിയ ട്രയാങ്കിളിനകത്ത് 60യുടെ ഓപ്പോസിറ്റ് √3 ആണ് വരേണ്ടത്. ഇത് 1 യൂണിറ്റ് ആണ് വരേണ്ടത്. 60യുടെ ഓപ്പോസിറ്റ് √3, 30യുടെ ഓപ്പോസിറ്റ് 1. ഇനി വലിയ ട്രയാങ്കിളിനകത്ത് നോക്ക്, 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ √3 ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ പറയുന്നു √3. ഈ ഒരു കേസ് വെച്ച് പറയുന്നു ഇവിടെ ഇത് ഈ ലെങ്ത് √3 ആണെന്ന്. ഈ ഒരു ആംഗിൾ വെച്ച് പറയുന്നു ഇത് 1 ആണ്. അത് പറ്റത്തില്ല, രണ്ടും ഇത് കാണാം സെയിം ആണ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്തു? രണ്ടാമത്തെ വലിയ ട്രയാങ്കിളിന്റെ റേഷ്യോ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ √3 ആയി, ഇത് √3 ആയി. ഇത് 30ന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് √3 വരേണ്ടത് എന്ത് ചെയ്യണം? ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വലിയ ട്രയാങ്കിളിന്റെ റേഷ്യോനെ എല്ലാം എന്ത് ചെയ്യണം? √3 കൊണ്ട് ഗുണിക്കണം. കാര്യം ഇവിടെ പറയുന്നു √3 ആണ് ഇത് വെച്ചിട്ട്. ഇത് അറിയാത്ത ആൾക്കാർ കാണും. 60 30 ഇങ്ങനെയാണ് ട്രയാങ്കിൾ എങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് 2ഉം 30യുടെ 1ഉം 60യുടെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ആ ഒരു ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ. അപ്പൊ എന്ത് കിട്ടും? ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 യൂണിറ്റ് എന്ന് കിട്ടി. ഇപ്പൊ യൂണിറ്റ് എല്ലാം സെയിം ആയി. അപ്പൊ നമുക്ക് 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്ക്, √3 യൂണിറ്റിന്റെ വാല്യൂ ആണ്. √3 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നേക്കുന്നത്. എത്ര? 75 മീറ്റർ. 75 മീറ്റർ. നമുക്ക് എത്രന്റെ വാല്യൂ വേണം? ഇവിടെ 1 യൂണിറ്റ് ഇവിടെ ഉണ്ട്. ടോട്ടൽ 3 യൂണിറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 യൂണിറ്റാണ്. ബാക്കി 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റിന്റെ വാല്യൂ വേണം. അതായത് 75/√3 എന്ന് പറയുമ്പോൾ 25/√3 അല്ലെ? 25 × 3 ആണ്. 25/√3 × 2 50. 25/√3 ആണോ? 25 മീറ്റർ. 25 വേണ്ട, 25 ആയിരിക്കും. ക്വസ്റ്റ്യനകത്ത് ചെറിയ 78 കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 50 ആൻസർ പറഞ്ഞു. 70 ക്വസ്റ്റ്യന്റെ ടൈപ്പ് മിസ്റ്റേക്ക്. 78 ആണ്. 78 മീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ 78 മീറ്റർ ആണ്. അപ്പോൾ 78 26/√3 ആണ്. 26 × 3 ആണ് 78. 60 26/√3 × 2 52/√3. 26 2 52. 52/√3 ആൻസർ. അതായത് ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 52/√3. നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു നല്ല ഓപ്ഷൻ ആണ്. അടുത്ത സം സ്റ്റുഡൻസ്, ബോയ്സും ഗേൾസും ഡിഫറെന്റ് സ്കൂൾസ് അപ്പിയർഡ് ഇൻ ഒളിമ്പിയാഡ് എക്സാം. 20% ബോയ്സ് ആൻഡ് 15%. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്ത്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റൻ ആയിരിക്കും. ഫെയിൽ ചെയ്തു. ദ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഇൻ എക്സാം വാസ് 70 മോർ ദാൻ ദ ഗേൾസ് ഹു പാസ് ദ എക്സാം. ടോട്ടൽ 90 സ്റ്റുഡൻസ് ഫെയിൽ ആയി. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് അപ്പിയർഡ് ഫോർ ദ എക്സാം. ഇത് നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് അല്ല. ഇവിടെ പറയുന്നത് 20% ബോയ്സും 15% ഇതും ഫെയിൽ ആയി. ഹു പാസ് ദ എക്സാം 70 കൂടുതലാണ്. അപ്പൊ പാസിംഗ് സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. പെർസെന്റേജ് നല്ല ഓപ്ഷനാണ്. 20% ഓഫ് ബോയ്സ് ഫെയിൽ ആണെങ്കിൽ 80% ഓഫ് ബോയ്സ് എന്താണ്? 80% ഓഫ് ബോയ്സ് പാസ്ഡ് ആണ്. അവരും 15% ഗേൾസ് ഫെയിൽ ആണെങ്കിൽ 85% ഓഫ് ഗേൾസ് എന്താണ്? പാസ്ഡ് ആണ്. ആ ഡിഫറൻസ് ആണ് 70 എന്നുള്ളത്. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തത്, ടോട്ടൽ 90 സ്റ്റുഡൻസ് ഫെയിൽഡ്. 90 സ്റ്റുഡൻസ് ഫെയിൽ എന്ന് പറഞ്ഞാൽ 20% ബോയ്സും അധികം 15% ഗേൾസും. ഇവരാണ് ഫെയിൽ ആയത്. അവരുടെ വാല്യൂ 90 ആണ്. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഏതെങ്കിലും ഒരു ബോയ്സിന്റെയോ അല്ലെങ്കിൽ ഗേൾസിന്റെയോ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ബോയ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ബോയ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗേൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിനെ 4 കൊണ്ട് ഗുണിക്കും. ഇതിനെ മൊത്തം 4 കൊണ്ട് ഗുണിക്കുക. ഇതെന്താ? 80 ആയി. പിന്നെ ഇവിടുന്ന് ഇത് കുറയ്ക്കും, ഇവിടുന്ന് ഇത് കുറയ്ക്കും. അപ്പൊ 4 കൊണ്ട് മൊത്തത്തിൽ ഗുണിക്കും. ഇവിടെ 80 ബോയ്സ് മൈനസ് 80 ബോയ്സ്, അത് ക്യാൻസൽ ആയി. ഇവിടെ 4 × 15 60 ഗേൾസ് മൈനസ് 85% ഗേൾസ്. ഇവിടെ 60 വരും. മൈനസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറയ്ക്കണം. 60 - -85.
60 പ്ലസ് 85 145% ഓഫ് ഗേൾസിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ 360 മൈനസ് 70 290 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗേൾസിന്റെ 1% ഗേൾസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പൊ ഗേൾസിന്റെ എണ്ണം 100% എന്ന് പറഞ്ഞാൽ ഇവിടെ 195 290 കിട്ടുമ്പോൾ 2 വരും. 1% വാല്യൂ 2 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ 1 ഗുണം 100 2 ഗുണം 100 200 ഗേൾസ് ആണുള്ളത്. അത് എവിടെയെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം കൊടുക്കാം. ഈ ഇക്വേഷനകത്ത് ഇത്രയും മാത്രമുള്ള ഇക്വേഷനകത്ത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗേൾസിന്റെ വാല്യൂ 200 കൊടുക്കുമ്പോൾ 200ന്റെ 15% എന്ന് പറഞ്ഞാൽ 30 ആണ് അല്ലെ. 10% 20 5% 10 30 അപ്പൊ 30 ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ 90 മൈനസ് 30 60 വരും. 20% ഓഫ് ബോയ്സ് 60 ആണ്. 20% 60 ആണ്. 20% 60 ആണ്. 100% എന്ന് പറഞ്ഞാൽ 20 ഗുണം 5 ആണ്. 60 ഗുണം 5 ബോയ്സിന്റെ എണ്ണം എത്ര കിട്ടും? 300 കിട്ടും. ചോദിച്ചിരിക്കുന്ന ബോയ്സ് പ്ലസ് ഗേൾസ് ആണ്. എത്ര കിട്ടും? 500 കിട്ടും. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ആൻസർ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പെർസെന്റേജിന് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ബേസ് എടുത്തിട്ടുള്ള ക്വസ്റ്റൻ അല്ല. ഇത് ഇക്വേഷൻ എഴുതി ചെയ്യേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പാണ്. റിവൈസ് ചെയ്ത് പോകേണ്ട ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റൻ. ഒരു അലോയ് കണ്ടെയ്ൻസ് 40% സിൽവർ, 30% കോപ്പർ ആൻഡ് 30% നിക്കൽ. ഹൗ മച്ച് സിൽവർ ഷുഡ് ബി ആഡഡ് ടു 25 കിലോഗ്രാം ഓഫ് ദ അലോയ് സോ ദാറ്റ് ദ ന്യൂ അലോയ് കണ്ടെയ്ൻസ് 50% സിൽവർ. അപ്പൊ ആദ്യമേ 40% സിൽവർ ഉണ്ടായിരുന്നു. സിൽവറും ബാക്കിയുള്ളത് നമ്മൾ അതർന്ന് കൊടുക്കുകയാണ്. സിൽവർ 40% ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയായി? ബാക്കി സാധനങ്ങൾ 60% ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 20 വെച്ചിട്ടുമ്പോൾ 2:3 കിടന്നത്. ഹൗ മച്ച് സിൽവർ ആണ് ആഡ് ചെയ്യുന്നത്? ഇതാണ് ആഡ് ചെയ്യുന്നത് 25 കിലോഗ്രാം ഓഫ് അലോയ് സോ ദാറ്റ് ന്യൂ അലോയ് കണ്ടെയ്ൻസ് 50% സിൽവർ. അതായത് ന്യൂ അലോയിൽ 50% സിൽവറും 50% അതർ, ബാക്കിയുള്ളത് 50%. ഇത് 50% പുതിയതായിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അതിന്റെ 100%. ബേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 100%. പുതിയ അലോയുടെ 100%. ആ പുതിയ അലോയുടെ 50% സിൽവർ ഉണ്ട്. ബാക്കി 50% അതർ ഉണ്ട്. 1:1. അപ്പൊ ഇവിടെ ഈ അതർ എന്ന് പറഞ്ഞ സാധനം എന്താവത്തില്ല? ചേഞ്ച് ആവത്തില്ല. അത് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓൺലി സിൽവർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ സിൽവറിന്റെ അളവ് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. ഇതിന്റെ അളവ് ചേഞ്ച് ആവത്തില്ല. റേഷ്യോയുടെ കൺസെപ്റ്റ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇത് 3 യൂണിറ്റ് ആണെങ്കിൽ ഇത് 3 യൂണിറ്റ് ആക്കി ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊപ്പോർഷൻ സെയിം ആവും. അപ്പൊ ഇവിടെ 3 കൊടുത്താൽ ഇത് എന്ത് വരും? 3 വരും. ഇപ്പൊ എന്ത് ചെയ്തു? അതർ വാല്യൂസിന് ചേഞ്ച് ഇല്ല. ഓൺലി ചേഞ്ച് ആവുന്ന എന്താണ്? നമ്മളുടെ സിൽവറിന്റെ അളവാണ്. ഓക്കെ. അപ്പൊ ഇനിഷ്യലി 2, 3, 5 യൂണിറ്റ് ആയിരുന്നു കിടന്നിരുന്നത്. ആ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഷുഡ് ബി ആഡഡ് ടു 25 കിലോഗ്രാം ഓഫ് ദ അലോയ്. 5ന്റെ വാല്യൂ ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത് 25 കിലോഗ്രാം. ആഡ് ചെയ്യുന്ന എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ്. 2 3 ആവാൻ വേണ്ടി 1 യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. 25/5 5 കിലോഗ്രാം എന്താ ആഡ് ചെയ്യണം? സിൽവർ ആഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 ക്വസ്റ്റ്യൻ. 11 ക്വസ്റ്റ്യൻ ചെയ്തു. 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാനാണ് വിചാരിച്ചത്. 11 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു എത്ര സീരീസ് ചെയ്യാൻ പറ്റും? മിനിമം ഒരു 20 ചെയ്താൽ തന്നെ നമുക്ക് എത്ര ആവും? ഒരു 200 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി കിട്ടും. ഓക്കെ. 20 നോക്കട്ടെ. ഇങ്ങനെ ഉള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണം എന്നൊരു ചിന്ത. കുറച്ച് പേര് 200-300 പേരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുവാണെങ്കിൽ, സെറ്റ് ആക്കുവാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരും. സമയം കണ്ടെത്തി തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഇത് ഗുണമാവുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ ക്ലാസ്സുകൾ ഇത്രയും എഫേർട്ടിൽ തരത്തുള്ളൂ. ക്ലാസ്സിൽ തരത്തില്ലെന്നല്ല, നിങ്ങൾ കൂടുതൽ ഗുണമാവുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നറിയുന്നു, നിങ്ങൾ പഠിക്കുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ ഞാൻ സമയം കണ്ടെത്തി എന്ത് ചെയ്യുന്നു? ക്ലാസ് തന്നിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഷെയറിലൂടെയും നിങ്ങളുടെ കമന്റിലൂടെ മാത്രമേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ നന്നായിട്ട് കാണാം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള സപ്പോർട്ട് എല്ലാം നിങ്ങളുടെ ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങളുടെ എന്ത് ഡൗട്ടിനും നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെറ്റ് ആക്കാം. ഓക്കെ.